Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 5 ആയ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാറ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് ആറ്റംസും എന്താണ് മോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ ആറ്റംസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീലിയം നിയോൺസും ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഓക്സിജനും ഹൈഡ്രജനും രണ്ടോ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആറ്റം മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പറയുന്നതാണ് മോണോ അറ്റോമിക്. മോണോ അറ്റോമിക് എന്ന് പറയുന്നത് ഒരു ആറ്റം മാത്രമാണ് മോളിക്യൂളിനുള്ളതെങ്കിൽ നമ്മൾ മോണോ അറ്റോമിക് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീലിയം, ആർഗണ്, നിയോൺ, ഇതൊക്കെ മോണോ ആറ്റോമിക്കിന് എക്സാമ്പിളാണ്. ഇനി രണ്ട് ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഡൈ അറ്റോമിക്. ഡൈ അറ്റോമിക്. ഡൈ അറ്റോമിക്കിൽ രണ്ട് ആറ്റമാണ് ഉണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സിജൻ, ഹൈഡ്രജൻ ഒക്കെ. ചില എലമെൻറ്റ്സ് രണ്ട് ആറ്റത്തിനേക്കാളും കൂടുതൽ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആറ്റത്തിന് നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് പറയുക. പോളി അറ്റോമിക് മോളിക്യൂൾസ്. പോളി അറ്റോമിക് മോളിക്യൂൾസിൽ രണ്ട് ആറ്റത്തിനേക്കാളും കൂടുതൽ ആറ്റംസ് ഉണ്ടാവും. മോർ ദാൻ 2 ആറ്റംസ്. ഇതിനെയാണ് നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോസ്ഫറസ്, സൾഫർ, ഇതൊക്കെ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഇപ്പോൾ ഹീലിയം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് He എന്നാണ്. ആർഗൺ Ar, നിയോൺ Ne. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് ഡൈ അറ്റോമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓക്സിജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് O2. ഹൈഡ്രജനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് H2 എന്നാണ്. പോളി അറ്റോമിക് മോളിക്യൂൾസിൽ രണ്ടിൽ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. എക്സാമ്പിൾ ഫോസ്ഫറസ് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് P4. അതായത് 4 ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഫോസ്ഫറസ് ഉണ്ടായിട്ടുള്ളത്. ഇനി സൾഫർ എന്ന് പറയുമ്പോൾ S8. അതായത് 8 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് സൾഫർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസിൻ്റെ നമ്പറും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ substance, number of molecules, total number of atoms. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് O2 എന്നാണ്. O2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുന്നിൽ 1 ഉണ്ടെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഓക്സിജനിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയും നമ്മൾ ഇവിടെയുള്ള ആറ്റത്തിൻ്റെ നമ്പറും മൾട്ടിപ്പിൾ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്. അതായത് 1 × 2. ഇപ്പോൾ നമുക്ക് പറയാം ഓക്സിജനിൽ 2 ആറ്റംസ് ആണ് ഉള്ളതെന്ന്. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ 2n2 എടുത്തെന്ന് വിചാരിക്കേ. നൈട്രജൻ ആണ് 2n2.
2n2ൽ എത്ര മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക? അതെ, ഇവിടെ ഉള്ളതാണ് നമ്മൾ മോളിക്യൂൾസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 2 മോളിക്യൂൾസ് ഉണ്ട്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസോ? അതെ, ഇതും ഈ 2ഉം ഇവിടെയുള്ള ആറ്റത്തിൻ്റെ 2ഉം കൂടി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എഴുതുക. അപ്പോൾ 2 × 2 4. അപ്പോൾ നമുക്ക് പറയാം 4 ആറ്റംസ് ആണ് 2n2ൽ ഉള്ളത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 6Cl2, അതായത് ക്ലോറിൻ ആണിത്. 6Cl2 ആണ് ഉള്ളത്. 6Cl2ൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 6. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 6 × 2 എത്രയാണ് വരിക? 12. അപ്പോൾ നമുക്ക് പറയാം 12 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ O3, ഓക്സിജൻ്റെ തന്നെ വേറൊരു ഫോമാണ് O3, ഓസോൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു O3ൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇവിടെ 1 ആണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഈ 1ഉം ഈ 3യും മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3. അപ്പോൾ നമുക്ക് പറയാം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 3 ആണെന്ന്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. രണ്ടോ അതിലധികമോ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മോളിക്യൂളാണ്. അതായത് 2 അതിലധികമോ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് കാർബണ്, ഓക്സിജൻ. ഇതിൻ്റെ ആറ്റംസ് ആണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ വാട്ടറിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണ്, ഓക്സിജൻ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും 1:2 ആയിരിക്കും. അതായത് ഒരു കാർബണും 2 ഓക്സിജനും കമ്പൈൻ ചെയ്താൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യൂ. അപ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അതുകൊണ്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കാർബൺ ആണല്ലോ. അപ്പോൾ ഒരു കാർബൺ C. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 ആറ്റംസ്, ഓക്സിജൻ്റെ 2 ആറ്റംസ് വേണം. അപ്പോൾ ഓക്സിജൻ്റെ 2 ആറ്റംസ്. അപ്പോൾ CO2 എന്നാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ നോക്കാം. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വാട്ടറിൽ ഹൈഡ്രജൻ്റെ 2 ആറ്റംസ് വേണം, ഓക്സിജൻ്റെ 1 ആറ്റവും വേണം. അപ്പം നമുക്ക് പറയാം 2:1 എന്ന്. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ 2 ആറ്റവും ഓക്സിജൻ 1 ആറ്റമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അപ്പോൾ നമ്മൾ എഴുതും H2O എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് സൾഫ്യൂരിക് ആസിഡ്. ഇതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2SO4 ആണ്. അപ്പോൾ ഈ ഒരു സൾഫ്യൂരിക് ആസിഡിലെ
ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ എത്ര ആറ്റംസ് ഉണ്ട്? അതെ, 2 ആറ്റംസ് ആണ് ഉള്ളത്. കാരണം H2 ആണ്. അപ്പം നമുക്ക് പറയാം 2 ആറ്റംസ് ആണ് ഉള്ളതെന്ന്. ഇനി സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജന് 2 ആറ്റംസ്. സൾഫർ ആണ് S എന്ന് പറയുന്നത്. സൾഫറിൻ്റെ എത്ര ആറ്റംസ് ആണുള്ളത്? 1 ആറ്റംസ് ആണ് സൾഫറിനുള്ളത്. അപ്പോൾ നമ്മൾ 1 എന്ന് പറയാം. അതുകൊണ്ടാണ് S എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഓക്സിജൻ ആണ് O എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 4 ആണ്. O4 എന്നല്ല എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം 4 ആറ്റംസ് ആണ് ഓക്സിജൻ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ O4 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. CO2 എന്ന് പറയുന്നത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. അപ്പോൾ CO2ൽ C എന്ന് പറയുന്നത് എത്ര ആറ്റംസ് ആണുള്ളത്? 1 ആറ്റം ആണ് ഉള്ളത്. ഓക്സിജൻ ആണ് അടുത്തത്. നമുക്ക് O എന്ന് എഴുതാം. ഓക്സിജൻ എന്ന് പറയുന്നത് 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ കാർബണിൻ്റെ 1ഉം ഓക്സിജൻ്റെ 2ഉം. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 3 ആറ്റംസ് ആണ് ഉള്ളത്. 1 + 2 3 ആറ്റംസ് ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ 5H2O എടുത്ത്. H2O എന്ന് പറയുന്നത് വാട്ടർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉള്ളത്. ഹൈഡ്രജൻ്റെ എത്ര ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്? അതെ, ഹൈഡ്രജൻ്റെ ഇവിടെ 5 ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ 5 × 2. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 5 × 2, ദാറ്റ് ഈസ് 10 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം. അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്സിജന്. അപ്പോൾ ഈ ഓക്സിജൻ്റെ മുന്നേ എന്തുണ്ട്? 5 ഉണ്ട്. ഈ 5 ഹൈഡ്രജനും ഓക്സിജനും ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ ഓക്സിജൻ ഒറ്റക്കാണ്, അതായത് 1 ആണെന്ന് അർത്ഥം. 5 × 1 ദാറ്റ് ഈസ് 5. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 5 + 10 15 ആണ് ആൻസർ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ 2C12 H22 O11 എടുത്ത്. ഈ ഒരു എക്സാമ്പിളിൽ നമുക്കുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇത് 3 ഉള്ളത്. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഇതിൻ്റെ 3ൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കാർബണിൻ്റെ കണ്ടുപിടിക്കാം. കാർബൺ എന്ന് പറയുമ്പോൾ 2C12 ആണ് കാർബണിനുള്ളത്. അപ്പോൾ നമുക്കറിയാം 2 × 12 24. ഇനി നമ്മൾ ഹൈഡ്രജൻ്റെത് നോക്കാം. ഹൈഡ്രജൻ്റെത് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് H22 പിന്നെ ഈ ഒരു 2. അപ്പോൾ 2 × 22 ദാറ്റ് ഈസ് 44. ഇനി റിമൈനിങ് ആയിട്ടുള്ളതാണ് ഓക്സിജന്. അപ്പോൾ ഓക്സിജൻ്റെ O11ഉം പിന്നെ ഈ ഒരു 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ പറയും 2 × 11 ദാറ്റ് ഈസ് 22. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ 24, 44, 22 ഇത് 3 നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 90 ആണെന്ന് പറയാം. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. ഒന്ന് റിയാക്റ്റൻറ്റും മറ്റേത് പ്രൊഡക്റ്റും. അപ്പോൾ റിയാക്റ്റൻറ്റും രണ്ടാമത്തേത് പ്രൊഡക്റ്റ്. റിയാക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ
കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്റ്റൻ്റ് മീൻസ് സബ്സ്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇനി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. അവിടെ ഉണ്ടാകുന്ന ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കമ്പൈൻ ചെയ്ത് നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്നത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് കിട്ടുക സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇവിടെയുള്ള റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. അതായത് ഇതാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇതാണ് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിയാക്റ്റൻറ്റിലുള്ള പ്രൊഡക്റ്റിലുള്ളതും ആറ്റംസിൻ്റെ നമ്പർ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിലുള്ള ആറ്റംസ് എഴുതുകയാണെങ്കിൽ ഇതിൽ സിങ്കിൻ്റെ ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ്റെ ആറ്റംസ് ഉണ്ട്, ക്ലോറിൻ്റെ ആറ്റംസ് ഉണ്ട്. അതായത് സിങ്ക് ഹൈഡ്രജൻ ക്ലോറിൻ, സിങ്ക് ക്ലോറിൻ ഹൈഡ്രജൻ, ഇത് മൂന്ന് ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നോക്കണം, റിയാക്റ്റൻ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നോക്കണം. അപ്പോൾ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ഈ രണ്ടിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഇപ്പോൾ സിങ്കിൽ റിയാക്റ്റൻ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്കറിയാലോ. ഇതാണ് റിയാക്റ്റൻ്റ് സൈഡ്. ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സൈഡാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് സൈഡിൽ സിങ്കിന് എത്ര ആറ്റംസ് ആണുള്ളത്? ഒരൊറ്റ ആറ്റംസ് മാത്രമേ സിങ്കിനുള്ളൂ. അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഹൈഡ്രജനും ഒരൊറ്റ ആറ്റമേ ഉള്ളൂ 1. ക്ലോറിനും ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് സൈഡ് നോക്കാം. പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് സിങ്ക് നോക്കിയേ, ഇതാണല്ലോ സിങ്ക്. ഇപ്പോൾ സിങ്കിൽ നമുക്ക് ഒരൊറ്റ ഒന്നേ മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പോൾ 1 എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ ക്ലോറിൻ എടുത്ത് Cl2 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോറിൻ്റെ സ്ഥലത്ത് 2 എന്ന് എഴുതും. ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അവിടെയും 2 ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ 2 എന്ന് നമ്മൾ ഹൈഡ്രജൻ്റെ സൈഡിൽ എഴുതും. അപ്പോൾ ഇവിടെ റിയാക്റ്റൻറ്റിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പ്രൊഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ് ഉള്ളത്. എവിടെയാണ് ഡിഫറെൻ്റ് ഉള്ളത്? ഹൈഡ്രജനിൽ ഡിഫറൻസ് ഉണ്ട്. ഹൈഡ്രജനിൽ റിയാക്റ്റൻറ്റ് സൈഡിൽ 1 ആണ്, പ്രൊഡക്റ്റ് സൈഡിൽ 2 ആണ്. ക്ലോറിനിലും ഡിഫറൻസ് ഉണ്ട്. ക്ലോറിനിൽ 1 ആണ് റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്, പ്രൊഡക്റ്റ് സൈഡിലെത്തുമ്പോഴേക്കും അത് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റിയാക്റ്റൻറ്റും പ്രൊഡക്ട്സും ഈക്വൽ ആക്കണം. എന്നാൽ മാത്രമേ കെമിക്കൽ ഇക്വേഷന് ഇവിടെ ബാലൻസ്ഡ് ആവുകയുള്ളൂ. അതായത് പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും സൈഡ് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന്. അപ്പോൾ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ആദ്യം നമ്മൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്പർ ഓഫ് ആറ്റംസ് കൂടുതലുള്ളതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും എടുക്കുകയാണെങ്കിൽ 2 ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഏതെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ 2 ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ റിയാക്റ്റൻ്റ് സൈഡിൽ 1 എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റണം? 2 ആക്കി മാറ്റണം. ഇങ്ങനെ 2 ആക്കി മാറ്റണമെങ്കിൽ 1ൻ്റെ ഒപ്പരം എന്ത് മൾട്ടിപ്പിൾ ചെയ്താലാണ് 2 വരിക? അത് നമുക്കറിയാം. 1ൻ്റെ ഒപ്പരം 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 തന്നെയാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഹൈഡ്രജൻ്റെ സ്ഥലത്താണ് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ Hൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ 2 എന്ന് നമ്മളിവിടെ എഴുതുന്നു. അങ്ങനെ 2 എന്ന് നമ്മളിവിടെ എഴുതിയാൽ നമുക്ക് നോക്കാം ഹൈഡ്രജന് ഇതാണ്. അപ്പോൾ 2 ഇവിടെ 1 ആണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ ഇപ്പം മാറിയിട്ടുണ്ട്. 2 × 1 2 ആണെന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രജൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബാലൻസ് ചെയ്ത് റിയാക്റ്റൻ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പറായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ക്ലോറിനാണ് നമുക്ക് മാറ്റാനുള്ളത്. ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നും കൂടി നമ്പർ ഓഫ് ആറ്റംസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് 1 തന്നെയാണ്, ഇവിടെയും 1. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2 ഹൈഡ്രജൻ അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 2 എന്ന്. ഇനി ക്ലോറിൻ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ലോറിൻ്റെ മുന്നിൽ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ 1 എന്നുള്ള ക്ലോറിന് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രൊഡക്റ്റിലും 2 ആണുള്ളത്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആയി. അപ്പം 1 1 2 2 2 2. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽ ഇക്വേഷൻ, അതായത് നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്റ്റൻ്റ് സൈഡും is equal to number of atoms in product side. ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിച്ച് ഈസ് എ ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡൈ അറ്റോമിക് എന്ന് പറയുമ്പോൾ അവിടെ 2 ആറ്റംസ് ആണ് ഉള്ളത്. ഇപ്പം നിയോൺ എന്ന് പറയുന്നത് Ne ആണെന്ന് നമുക്കറിയാം. ഹീലിയം He, സൾഫർ എന്ന് പറയുന്നത് S8, ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2. അപ്പം ഇവിടെ ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when electricity is passed through water it splits into hydrogen and oxygen. Who discovered this? അതായത് വാട്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാരാണ് കണ്ടുപിടിച്ചതെന്നാണ് ചോദിച്ചുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹംഫ്രി ഡേവി ആണ്. സർ ഹംഫ്രി ഡേവി ആണ് കണ്ടുപിടിച്ചത് വെള്ളത്തിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു എവ്രിവൺ.